വന്യജീവി ആക്രമണങ്ങൾ സംസ്ഥാന ദുരന്തമായി സർക്കാർ പ്രഖ്യാപിച്ചു. അതിരപ്പള്ളിയിൽ ഉൾപ്പെടെ ഒരാഴ്ചയ്ക്കിടെ വന്യജീവി ആക്രമണത്തിൽ 4 പേർ കൊല്ലപ്പെട്ട പശ്ചാത്തലത്തിലാണ് നടപടി. അതിരപ്പള്ളി വാശുമരത്ത് കാട്ടാന ആക്രമണത്തിൽ മരിച്ച ആദിവാസി സ്ത്രീ വത്സയുടെ മൃതദേഹം സംസ്കരിച്ചു. വത്സയുടെ കുടുംബത്തിന് സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായത്തിന്റെ ആദ്യ ഗഡു കൈമാറി. ഇരിങ്ങാലക്കുട നഗരസഭ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിന്റെ സീലിംഗ് അടർന്നു വീണ് യുവാവിന് പരിക്കേറ്റു. ആമ്പലൂർ സ്വദേശി ജെയ്സനാണ് പരിക്കേറ്റത്. തിരുവില്ലാമല ഏകാദശി വ്യാഴാഴ്ച. പുണ്യവ്രതവുമായി ആയിരങ്ങൾ വില്വാദ്രിനാഥനെ വണങ്ങാനെത്തും. മാള ഐരാണിക്കുളത്ത് ഫാക്ടറിയിലെ ഉൽപ്പന്നങ്ങൾ സൂക്ഷിച്ചിരുന്ന ഗോഡൌണിൽ തീപിടുത്തം. 10 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. നമസ്കാരം. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. വന്യജീവി ആക്രമണങ്ങളെ സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ച സർക്കാർ അതിരപ്പള്ളിയിൽ ഉൾപ്പെടെ കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ വന്യജീവി ആക്രമണത്തിൽ 4 പേർ കൊല്ലപ്പെട്ടതിന്റെ പശ്ചാത്തലത്തിലാണ് സർക്കാരിന്റെ നടപടി. ഇതിന്റെ ഭാഗമായി വന്യജീവി ആക്രമണം തടയാൻ ഉന്നതാധികാര സമിതിക്ക് സർക്കാർ രൂപം നൽകി. മുഖ്യമന്ത്രി ചെയർമാനും വനം മന്ത്രി വൈസ് ചെയർമാനുമായ സമിതിക്കാണ് രൂപം നൽകിയത്. വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് സർക്കാരിനും പ്രാദേശിക ഭരണകൂടങ്ങൾക്കും ഇടപെടുന്നതിനും തീരുമാനങ്ങൾ എടുക്കുന്നതിനും പരിമിതികൾ ഉള്ള സാഹചര്യത്തിലാണ് പെട്ടെന്ന് നടപടിയെടുക്കുന്നതിനായി ഉന്നതാധികാര സമിതി രൂപീകരിച്ചത്. നഷ്ടപരിഹാരത്തിന്റെ മാർഗരേഖ ഉണ്ടാകുക, പെട്ടെന്ന് നൽകുവാനുള്ള നടപടികൾ എടുക്കുക, വന്യജീവികൾ ഇറങ്ങുന്ന പ്രദേശങ്ങളിലെ ജനങ്ങളുടെ സുരക്ഷയ്ക്കായി കൂടുതൽ ശക്തമായ സംവിധാനങ്ങൾ ഉറപ്പാക്കുക തുടങ്ങിയവയാണ് സമിതിയുടെ ചുമതല. അതിരപ്പള്ളി വാശുമരത്ത് കാട്ടാന ആക്രമണത്തിൽ മരിച്ച വത്സയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സംസ്കരിച്ചു. വാഴച്ചാൽ DFO R. ലക്ഷ്മി, സോളാർ റേഞ്ച് ഓഫീസർ VS സജീഷ് എന്നിവരുടെ നേതൃത്വത്തിൽ വനപാലകരും ചാലക്കുടി നഗരസഭാ ചെയർമാൻ എബി ജോർജ്, ചാലക്കുടി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് VO പൈലപ്പൻ എന്നിവരും പോസ്റ്റ്മോർട്ടം നടന്ന ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ എത്തിയിരുന്നു. വത്സയുടെ കുടുംബത്തിന് സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായത്തിന്റെ ആദ്യ ഗഡു കുടുംബത്തിന് കൈമാറി. കാട്ടാന ആക്രമണത്തിൽ പ്രതിഷേധിച്ച് അതിരപ്പള്ളി പഞ്ചായത്തിൽ കോൺഗ്രസ് കരിദിനം ആചരിച്ചു. റോഡ് ഉപരോധിച്ച കോൺഗ്രസ് പ്രവർത്തകരെ ചാലക്കുടി DYSP R. അശോകന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തു നീക്കി. സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് വൻ പോലീസ് സംഘം സ്ഥലത്ത് ക്യാമ്പ് ചെയ്തിരുന്നു. അതേസമയം തുമ്പൂർമുഴിയിൽ വീണ്ടും കാട്ടാനക്കൂട്ടമിറങ്ങി കാട്ടാനകൾ സമീപത്തെ എണ്ണപ്പനത്തോട്ടത്തിൽ മണിക്കൂറുകളോളം നിലയുറപ്പിച്ചു. കൂടുതൽ വനപാലകരെത്തിയാണ് ആനകളെ ഉൾക്കാട്ടിലേക്ക് തിരിച്ചുവിട്ടത്. ഇരിങ്ങാലക്കുട നഗരസഭ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിന്റെ സീലിംഗ് അടർന്നു വീണ് യുവാവിന് പരിക്ക്. ബസ് സ്റ്റാൻഡിന്റെ കിഴക്ക് വശത്തുള്ള പഴയ കെട്ടിടത്തിന്റെ ഗോവണിയുടെ മുകളിലെ സീലിംഗിൽ നിന്നുമാണ് കോൺക്രീറ്റ് പാളി അടർന്നു വീണത്. ബസ് സ്റ്റാൻഡ് പരിസരത്ത് ചെറുനാരങ്ങ കച്ചവടം നടത്തുന്ന ആമ്പലൂർ സ്വദേശി ജെയ്സന്റെ തലയിലാണ് 30 അടിയോളം ഉയരത്തിൽ നിന്നും കോൺക്രീറ്റ് പാളി വീണത്. തലയിൽ പരിക്കേറ്റ ഇയാളെ ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബസ് സ്റ്റാൻഡ് പഴയ കെട്ടിടത്തിന്റെ കാലപ്പഴക്കം മൂലം പലപ്പോഴും ഇത്തരത്തിൽ സംഭവങ്ങൾ ഉണ്ടാകാറുണ്ടെന്ന് പറയുന്നു. കെട്ടിടത്തിന്റെ പലയിടങ്ങളിലും ഇത്തരത്തിൽ സീലിംഗ് അടർന്നു വീണ് കമ്പികൾ പുറത്തായ നിലയിലാണ്. തിരുവില്ലാമല വില്വാദ്രിനാഥ ക്ഷേത്രത്തിലെ ഏകാദശി വ്യാഴാഴ്ച ആഘോഷിക്കും. ഏകാദശി വ്രതമെടുത്ത ആയിരങ്ങൾ വില്വാദ്രിനാഥനെ വണങ്ങാനെത്തും. പൂമാലകളാലും കുലവാഴകളാലും വില്വാദ്രിനാഥന്റെ തിരുസന്നിധി ഏകാദശി മഹോത്സവത്തിനായി ഒരുങ്ങിക്കഴിഞ്ഞു. ക്ഷേത്രത്തിലെ കിഴക്കേ നടയിൽ ഗവാളപൂജ നടക്കും. ഏകാദശി നാളിൽ വിവിധ ജില്ലകളിൽ നിന്ന് കുംഭാരസേവകർ എത്തും. ദശമി വിളക്കായി ബുധനാഴ്ച ദശമി ശിബിലി നടന്നു. കിഴക്കൂട്ട് അനിയന്മാരുടെ നേതൃത്വത്തിൽ മേളവും പരക്കാട് തങ്കപ്പന്മാരുടെ നേതൃത്വത്തിൽ പഞ്ചവാദ്യവും അരങ്ങേറി. ശ്രീ വടക്കനാഥ ക്ഷേത്രത്തിൽ 49ാമത് ലക്ഷാർച്ചന യജ്ഞം ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ ശങ്കരനാരായണ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചു. ക്ഷേത്രം കൂത്തമ്പലത്തിൽ പ്രത്യേകം സജ്ജമാക്കിയ വേദിയിലാണ് ലക്ഷാർച്ചന യജ്ഞം നടക്കുന്നത്. മാള ഐരാണിക്കുളത്ത് പ്രവർത്തിക്കുന്ന ഭൂമി നാച്ചുറൽ പ്രോഡക്ട്സ് ഫാക്ടറിയിലെ ഉൽപ്പന്നങ്ങൾ സൂക്ഷിച്ചിരുന്ന ഗോഡൌണിൽ തീപിടുത്തം. സ്പൈസസിൽ നിന്നെടുത്ത ഉൽപ്പന്നങ്ങൾ കത്തി നശിച്ചതായും 10 ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചതായും സ്ഥാപനത്തിന്റെ അഡ്മിനിസ്ട്രേറ്റർ മാള പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു. പരാതിയെ തുടർന്ന് മാള പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം നടത്തി. പോലീസ് രാസപരിശോധകരും സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. ഫാക്ടറിയിൽ തീപിടുത്തത്തിന് സാധ്യതയുള്ള ഉൽപ്പന്നങ്ങൾ സൂക്ഷിച്ചു വെച്ചതിനെതിരെ പരിസരവാസികൾ ആശങ്ക പ്രകടിപ്പിച്ചു. വോട്ടവകാശത്തിന്റെ പ്രാധാന്യം ജനങ്ങളിലെത്തിക്കുന്നതിന് പ്രചാരണ വീഡിയോ പുറത്തിറക്കി ജില്ലാ ഭരണകൂടം. വോട്ടർമാരെ VIP-കളാക്കിയുള്ള വീഡിയോയുടെ ജില്ലാതല പ്രകാശനം തൃശൂരിൽ നടന്നു. ജനാധിപത്യത്തിലെ യഥാർത്ഥ VIP-കൾ വോട്ടർമാരാണെന്നും വോട്ടവകാശമാണ് ഏറ്റവും ശക്തമായ അധികാരമെന്നുമുള്ള സന്ദേശം പകരുന്നതാണ് വീഡിയോ. മുൻകാലങ്ങളെ അപേക്ഷിച്ച് ജില്ലയിലെ നഗരങ്ങളിലും തീരമേഖലയിലും വോട്ടിംഗ് ശതമാനം കുറഞ്ഞു. ഈ പശ്ചാത്തലത്തിലാണ്
വോട്ടർമാരെ ബോധവൽക്കരിക്കുന്നതിനായി ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ VR കൃഷ്ണതേജയുടെ ആശയപ്രകാരം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷ്കർഷിച്ചിട്ടുള്ള സ്വീപ്പ് ഇത്തരമൊരു വീഡിയോ തയ്യാറാക്കിയത്. 2019 ഇലക്ഷൻ 2021 ഇലക്ഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ അർബൻ ഏരിയാസിൽ കുറച്ച് വോട്ടർ പെർസെൻറ്റേജ് കുറവാണ്. കൂടാതെ കോസ്റ്റൽ ഏരിയാസിൽ കുറച്ച് വോട്ടർ പെർസെൻറ്റേജ് കുറവാണ്. ഇലക്ഷൻ കമ്മീഷൻ പൊതുവെ നൽകിയ നിർദ്ദേശമാണ് പട്ടണമുറക്ക് ഒരു ബോധവൽക്കരണം നടത്തണമാണ്. ഈ അർബൻ ഏരിയാസിലും കോസ്റ്റൽ ഏരിയാസിലും മാർജിനൈസ്ഡ് സെക്ഷൻസിലും വോട്ടർ പെർസെൻറ്റേജ് കൂട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ ക്യാമ്പയിൻ കൊണ്ടുവന്നത്. ഈ ക്യാമ്പയിൻ്റെ പേര് VIP ആണ്. വോട്ട് ഈസ് പവർ, വോട്ടർ ഈസ് പവർഫുൾ. അതിൻ്റെ മുഖ്യ ഉദ്ദേശം ജനാധിപത്യത്തിൽ എല്ലാ വോട്ടറും VIP തന്നെയാണ്. വോട്ട് അവകാശമുള്ള, വോട്ട് ചെയ്യാൻ അധികാരമുള്ള എല്ലാവരും VIP ആണ്. അത് മനസ്സിലാക്കിയിട്ട് എല്ലാവരും വോട്ട് അവകാശം ഉപയോഗിക്കണമെന്ന രീതിയിലാണ് നമ്മൾ ഈ ക്യാമ്പയിൻ തുടങ്ങിയത്. കോർപ്പറേഷൻ ഓഫീസിന് മുന്നിലെ വീഡിയോ വാളിൽ നടത്തിയ പ്രകാശനം നിർവഹിച്ചത് ജില്ലയിലെ മുതിർന്ന വോട്ടറായ പുത്തൂർ ചെറുകുന്ന് വട്ടുകുളം വീട്ടിൽ 109 വയസ്സുള്ള ജാനകിയാണെന്ന പ്രത്യേകതയുമുണ്ടായി. ഈ പ്രായത്തിനിടയിൽ നടന്ന എല്ലാ തെരഞ്ഞെടുപ്പിലും തന്റെ വോട്ടവകാശം ഫലപ്രദമായി വിനിയോഗിച്ച വോട്ടർ എന്നതാണ് ജാനകിയമ്മയെ പ്രകാശനത്തിനായി തിരഞ്ഞെടുക്കാൻ കാരണം. വോട്ട് ചെയ്യുമെന്നും എല്ലാവരും വോട്ട് ചെയ്യണമെന്നും പ്രകാശനം നിർവഹിച്ച ശേഷം അവർ പറഞ്ഞു. വോട്ട് ചെയ്യുന്ന കാര്യം അത് നമുക്ക് ചെയ്യാം, എല്ലാവരും പറഞ്ഞ് ചെയ്യിക്കാം. സബ് കളക്ടർ മുഹമ്മദ് ഷഫീഖ്, അസിസ്റ്റന്റ് കളക്ടർ കാർത്തിക് പാണിഗ്രഹി, ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ MC ജ്യോതി തുടങ്ങിയവർ പങ്കെടുത്തു. വീഡിയോ കൂടുതൽ ഫലപ്രദമാകുമെന്ന പ്രതീക്ഷയാണ് ജില്ലാ ഭരണകൂടത്തിനുള്ളത്. TCV തൃശൂർ. ദേശീയപാത നടത്തറയിൽ ലോറികൾ കൂട്ടിയിടിച്ച അപകടം. തമിഴ്നാട്ടിൽ നിന്ന് കാലടിയിലേക്ക് നെല്ല് കയറ്റി പോവുകയായിരുന്ന ചരക്ക് ലോറിക്ക് പുറകിൽ പാലക്കാട് ഭാഗത്തു നിന്നും എറണാകുളം ഭാഗത്തേക്ക് പാചകവാതക സിലിണ്ടർ കയറ്റി പോവുകയായിരുന്ന ലോറി ഇടിക്കുകയായിരുന്നു. വാഹന പരിശോധനയുടെ ഭാഗമായി പോലീസ് കൈ കാണിച്ചപ്പോൾ മുന്നിൽ പോയിരുന്ന ലോറി പെട്ടെന്ന് നിർത്തിയതാണ് അപകട കാരണം. അപകടത്തിൽ പാചകവാതക സിലിണ്ടർ കയറ്റിയ ലോറിയിലെ ഡ്രൈവർക്ക് നിസ്സാര പരിക്കേറ്റു. അപകടത്തെ തുടർന്ന് അരമണിക്കൂറോളം ദേശീയപാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. കുന്നംകുളം നഗരത്തിൽ നിയന്ത്രണം വിട്ട സ്വകാര്യ ബസ് കാറുകളിലിടിച്ച് അപകടം. ആർക്കും പരിക്കില്ല. കുന്നംകുളം ഭാഗത്തു നിന്നും തൃശൂർ ഭാഗത്തേക്ക് പോകുകയായിരുന്ന സ്വകാര്യ ബസ് മുന്നിൽ പോകുകയായിരുന്ന കാറിനെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് അപകടം സംഭവിച്ചത്. തൃശൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന അലങ്കാർ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തെ തുടർന്ന് മേഖലയിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു. കുമരനെല്ലൂർ മൂസ്പടിയിൽ സ്കൂട്ടർ മറിഞ്ഞ് യുവാവ് മരിച്ചു. ഇരട്ടക്കുളങ്ങര ഒലിപ്പാറ വീട്ടിൽ 34 വയസ്സുള്ള സനൂപാണ് മരിച്ചത്. വടക്കാഞ്ചേരി കുന്നംകുളം റോഡിൽ കുമരനെല്ലൂർ മൂസ്പടി കറുവണ്ണ ക്ഷേത്രത്തിന് സമീപത്തായിരുന്നു അപകടം. സ്കൂട്ടർ മറിഞ്ഞ് റോഡിലേക്ക് വീണ നിലയിൽ കണ്ടെത്തിയ യുവാവിനെ വഴിയാത്രക്കാർ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. നാഗാലാൻഡ് സ്വദേശിയെ വിദേശത്ത് വെച്ച് പീഡിപ്പിച്ച കേസിൽ പ്രതിയുടെ ജാമ്യാപേക്ഷ തള്ളി. നേപ്പാൾ പൗരയും നാഗാലാൻഡിൽ താമസക്കാരിയുമായ യുവതിയെ ഖത്തറിൽ വെച്ച് വിവാഹ വാഗ്ദാനം നൽകി ലൈംഗിക പീഡനം നടത്തുകയും ഗർഭിണിയായപ്പോൾ നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തുകയും വിവാഹാവശ്യം ഉന്നയിച്ചപ്പോൾ ഭീഷണിപ്പെടുത്തുകയും ചെയ്ത കേസിലെ പ്രതി എടത്തിരുത്തി പുളിഞ്ചോട് അബ്ദുൾ ഹക്കീമിനെതിരെയുള്ള ജാമ്യാപേക്ഷയാണ് തള്ളിയത്. തൃശൂർ പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി PP സെയ്തലവിയാണ് ഉത്തരവിട്ടത്. 2022 ജൂലൈയിലാണ് കേസിനാസ്പദമായ സംഭവം. പോലീസ് ചവഞ്ഞ് വാഹനം തടഞ്ഞ് വിദേശത്തേക്ക് പോകുന്നയാളുടെ വിസയും ടിക്കറ്റും തട്ടിയെടുത്ത കേസിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതിയെ എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. പെരിങ്ങോട് മധുപ്പുള്ളി ഇർക്കര വീട്ടിൽ ഷക്കീറിനെയാണ് SI C ശ്രീകുമാർ അറസ്റ്റ് ചെയ്തത്. കേസിലെ ഒന്നാം പ്രതിയായ ചാലിശ്ശേരി പെരുവണ്ണൂർ സ്വദേശി ഒരുവിൻപുറത്ത് നൌഫലിനെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇയാളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കൂട്ടുപ്രതിയായ ഷക്കീർ പിടിയിലായത്. എരുമപ്പെട്ടി SI C ശ്രീകുമാറിന്റെ നേതൃത്വത്തിലാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. ഇവർ കൃത്യത്തിന് ഉപയോഗിച്ച വാഹനവും പോലീസ് പിടിച്ചെടുത്തു. ഒന്നാം പ്രതി നൌഫലിനെ പോലീസ് സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു. നാട് വേനൽ ചൂടിൽ ഉരുകുമ്പോൾ മൃഗശാലയിലെ സ്ഥിതിയും വ്യത്യസ്തമല്ല. ചെറുകുളങ്ങൾ ഒരുക്കിയും ഭക്ഷണക്രമത്തിൽ മാറ്റം വരുത്തിയുമാണ് മൃഗങ്ങൾക്കും പക്ഷികൾക്കും കരുതലൊരുക്കുന്നത്. 5 കടുവകളുണ്ട് തൃശൂർ മൃഗശാലയിൽ. 1 സിംഹം, 2 പുലി. മനുഷ്യന് മാത്രമല്ല, കടുവയ്ക്കും പുലിക്കും സിംഹത്തിനും ഇത്തവണ ചൂട് പൊള്ളുന്നതാണ്. പതിവിൽ കവിഞ്ഞ താപനില ഉയരുമ്പോൾ മൃഗങ്ങൾക്കും കരുതലുണ്ട്. കൂട്ടിൽ ചെറുകുളങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് ഇറങ്ങിക്കിടന്നാൽ തണുപ്പായി. മാത്രമല്ല 2 വട്ടം പൈപ്പിലൂടെ നനച്ചു കൊടുക്കുകയും ചെയ്യും.
എമുവിനായി ഷവർ ഒരുക്കിയിട്ടുണ്ട്. താഴെ നിന്നാൽ കുളിരുള്ള കുളിയായി. ഒട്ടകപക്ഷിക്കും കൃഷ്ണമൃഗത്തിനും മ്ലാവിനും നനുത്ത കൃത്രിമ മഴയാണ്. പാമ്പിൻ കൂട്ടിൽ ഫാനുണ്ട്. ഒപ്പം മൺചട്ടിയിൽ വെള്ളം നിറച്ചു വെച്ചിട്ടുമുണ്ട്. പെരുമ്പാമ്പിന്റെ കൂട്ടിൽ ഒരു പടി കടന്ന് കൂളറും സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷികളുടെ കൂടുകളിലും ഹിപ്പോപൊട്ടാമസിനും ചെറിയ കുളങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഭക്ഷണക്രമത്തിലും മാറ്റങ്ങളുണ്ട്. ജലാംശം കൂടുതലുള്ള പഴങ്ങളും പച്ചക്കറികളുമാണ് നൽകുന്നത്. ഒരേ ദിവസം 400 കിലോ തീറ്റപ്പുല്ലും 700 കിലോ പ്ലാവിലയും വേണം മൃഗശാലയിൽ. കടുവയ്ക്കും സിംഹത്തിനും 7 കിലോ വീതം ഇറച്ചിയും പുലിക്ക് 3 കിലോ ഇറച്ചിയുമാണ് വിഹിതമെന്ന് മൃഗശാല സൂപ്രണ്ട് TV അനിൽകുമാർ പറഞ്ഞു. എങ്കിൽ പോലും നമുക്ക് പല മൃഗങ്ങൾക്കും ചൂട് കൂടുമ്പോൾ അതിൻ്റേതായ ആരോഗ്യ പ്രശ്നങ്ങളും മറ്റും കാണാറുണ്ട്. അതുകൊണ്ട് മൃഗശാലയിൽ മൃഗങ്ങൾക്ക് വേണ്ടി കൂടുതൽ ചൂട് കുറക്കുവാനും അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ കൂടുതൽ സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ പാമ്പുകളുടെ കൂട്ടിലെല്ലാം വെള്ളത്തിൽ ചട്ടികൾ വെച്ചിട്ട് അതിൽ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട്. ചൂട് സമയങ്ങളിലാകുമ്പോൾ മൂർഖൻ പോലെയുള്ള ചൂട് സഹിക്കാൻ പറ്റാത്ത പാമ്പുകൾ ആ ചട്ടീൻ്റെ അകത്ത് വന്ന് കിടക്കും. അതുപോലെ തന്നെ പെരുമ്പാമ്പിൻ്റെ കൂട്ടിനകത്താണെങ്കിൽ ഒരു കുളവും അതുപോലെ ചെറിയൊരു വാട്ടർഫോളും ഒക്കെ അതിൻ്റെ അകത്ത് ചെയ്തു കൊടുത്തിട്ടുണ്ട്. പാമ്പിന് ചൂട് കൂടുന്ന 10-12 മണിയൊക്കെ ആകുമ്പോഴേക്കും വെള്ളത്തിൽ വന്നിട്ട് അത് കിടന്ന് അതിൻ്റെ ചൂട് കുറക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഒട്ടകപക്ഷി, അതുപോലെ കൃഷ്ണമൃഗം, മ്ലാവ് മുതലായ മൃഗങ്ങളുടെ കൂടുകളിൽ നമ്മൾ മിസ്റ്റ് ഫോം ചെയ്യുന്ന പോലെ, അതായത് ചെറിയ വെള്ളത്തിൻ്റെ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് വരുന്ന രീതിയിൽ പൈപ്പുകൾ അറേഞ്ച് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. TCV ന്യൂസ്, തൃശൂർ. മദ്യപാനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന വീഡിയോ ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ച ബ്ലോഗറെ എക്സൈസ് അറസ്റ്റ് ചെയ്തു. ഫുഡി ഷെഫ് എന്ന പേരിൽ യൂട്യൂബ് ചാനൽ നടത്തുന്ന കൊടുങ്ങല്ലൂർ അഴീക്കോട് സ്വദേശി വാലത്തറ വീട്ടിൽ നിധിനെയാണ് കൊടുങ്ങല്ലൂർ എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ M. ഷാംനാഥിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. മദ്യപാനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന വീഡിയോകൾ ഓൺലൈൻ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുന്നത് തെറ്റാണെന്ന് അറിയില്ലായിരുന്നുവെന്ന് നിധിൻ എക്സൈസ് സംഘത്തോട് പറഞ്ഞു. ഇയാളുടെ അക്കൗണ്ടിൽ നിന്നും ഇത്തരം വീഡിയോകൾ എക്സൈസ് നീക്കം ചെയ്യിപ്പിച്ചു. വേണ്ടത്ര നിയമപരിജ്ഞാനമില്ലാതെ പല യുവാക്കളും ഇത്തരം വീഡിയോകൾ ഓൺലൈൻ മീഡിയകളിൽ പ്രസിദ്ധപ്പെടുത്തുന്നത് എക്സൈസ് സൈബർ സെൽ നിരീക്ഷണം നടത്തുന്നുണ്ടെന്നും അവർക്കെതിരെ നിയമ നടപടി ഉണ്ടാകുമെന്നും എക്സൈസ് അറിയിച്ചു. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ AV മോയിഷ്, പ്രിവന്റീവ് ഓഫീസർമാരായ KS മഥൻ, KM അനിൽകുമാർ, അനീഷ് E. പോൾ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ T. രാജേഷ്, AS റിഹാസ് എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. ജില്ലയ്ക്ക് ലഭ്യമായ ഹെൽത്ത് ഗ്രാന്റ് ഫണ്ട് വിനിയോഗം കാര്യക്ഷമമാക്കാൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ജില്ലാ ആസൂത്രണ സമിതി യോഗം നിർദ്ദേശിച്ചു. ജില്ലയിൽ 23 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വാർഷിക ഭേദഗതിക്ക് യോഗം അംഗീകാരം നൽകി. പദ്ധതി തുക ചെലവഴിക്കുന്നതിൽ ഗുരുവായൂർ നഗരസഭയാണ് മുന്നിട്ട് നിൽക്കുന്നത്. ജില്ലാ കളക്ടർ BR കൃഷ്ണതേജ, ആസൂത്രണ സമിതി നോമിനി MN സുധാകരൻ, ആസൂത്രണ സമിതി ഫെസിലിറ്റേറ്റർ അനൂപ് കിഷോർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. തൃശൂർ മാനേജ്മെന്റ് അസോസിയേഷൻ വിമൻ ഇൻ ബിസിനസ് കോൺക്ലേവ് പുഴയ്ക്കൽ കൺവെൻഷൻ സെന്ററിൽ സംഘടിപ്പിച്ചു. തൃശൂർ മാനേജ്മെന്റ് അസോസിയേഷൻ വനിതകളായ സംരംഭകർ, നേതാക്കൾ, കോർപ്പറേറ്റ് ജീവനക്കാർ, പ്രൊഫഷണലുകൾ, വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുത്ത കോൺക്ലേവ് കോഴിക്കോട് മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്തു. TMA പ്രസിഡന്റ് CA ജിയോ ജോബ് അധ്യക്ഷത വഹിച്ചു. T. ആന്റോ ജോർജ്, മീര രാജീവൻ, മില്ലി ഫ്രാൻസിസ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കാലാവസ്ഥാ വ്യതിയാനം, നേതൃപാടവം എന്നീ വിഷയങ്ങളിൽ സംവാദവും വിവിധ വിഷയങ്ങളിൽ സെമിനാറും നടന്നു. തൃശൂരിലെ വനിതാ സംരംഭകർ 2 ലക്ഷം രൂപ സമ്മാന തുകയുള്ള ബിസിനസ് പ്ലാൻ മത്സരത്തിലെ വിജയികൾക്കുള്ള അവാർഡുകൾ കലാമണ്ഡലം ചാൻസലർ ഡോക്ടർ മല്ലിക സാരാഭായി സമ്മാനിച്ചു. ഗാന്ധിജിയുടെ ഇന്ത്യയെ വീണ്ടെടുക്കുക എന്ന ആഹ്വാനവുമായി ഗാന്ധിയൻ കളക്റ്റീവ് തൃശൂരിൽ സംഘടിപ്പിച്ച ത്രിദിന സത്യാഗ്രഹത്തിന്റെ 2ാം ദിവസത്തെ പൊതുസമ്മേളനം സാഹിത്യ നിരൂപകൻ ഡോക്ടർ PV കൃഷ്ണൻ നായർ ഉദ്ഘാടനം ചെയ്തു. ജോർജ് കുട്ടി കടപ്ലാക്കൽ അധ്യക്ഷത വഹിച്ചു. സമ്മേളനത്തിന് മുൻപ് ഫാസിസവും കോർപ്പറേറ്റ് പ്രീണനവും എന്ന വിഷയത്തിൽ നടന്ന സംവാദത്തിൽ K. സഹദേവൻ വിഷയാവതരണം നടത്തി. സണ്ണി പൈക്കട മോഡറേറ്ററായി. അനശ്വര കലാകാരൻ കലാഭവൻ മണിയുടെ 8ാം ചരമവാർഷികം ആചരിച്ച് ചാലക്കുടി നഗരസഭയും കലാഭവൻ മണി അനുസ്മരണ സമിതിയും ചേർന്ന് ചേനത്തുനാട് മണിക്കൂടാരത്തിലെ സ്മൃതി മണ്ഡപത്തിൽ അനുസ്മരണ ചടങ്ങ് സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർമാൻ എബി ജോർജ്, വൈസ് ചെയർപേഴ്സൺ ആലിസ് ഷിബു, പ്രതിപക്ഷ നേതാവ് CS സുരേഷ്, മുൻ ചെയർമാൻ VO പൈലപ്പൻ, സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് വൈസ് ചെയർമാൻ S സതീഷ് കുമാർ, സംവിധായകൻ സുന്ദർദാസ് എന്നിവർ പുഷ്പാർച്ചന നടത്തി. കുന്നിശ്ശേരി കുടുംബ ട്രസ്റ്റ്, പുരോഗമന കലാസാഹിത്യ സംഘം,
പട്ടികജാതി ക്ഷേമസമിതി എന്നിവ സംയുക്തമായാണ് ചടങ്ങ് നടത്തിയത്. സംവിധായകൻ വിനയൻ ഉദ്ഘാടനം ചെയ്തു. സമിതിയുടെ പ്രഥമ പുരസ്കാരം കലാഭവൻ പീറ്ററിന് സമ്മാനിച്ചു. പ്രൊഫസർ സി രവീന്ദ്രനാഥ്, കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ MK സുദർശൻ, മണിയുടെ സഹോദരൻ ഡോക്ടർ RLV രാമകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. മണിയുടെ പ്രതിമയ്ക്ക് മുന്നിൽ പുഷ്പാർച്ചനയും തുടർന്ന് അന്നദാനവും നടത്തി. കലാകാരന്മാരുടെ സംഘടനയായ ഫേസ് ചാലക്കുടി സൗത്ത് ജംഗ്ഷനിൽ മണി അനുസ്മരണം സംഘടിപ്പിച്ചു. മനോജ് ഗിന്നസ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഫേസ് ചാലക്കുടിയുടെ പ്രഥമ കലാഭവൻ മണി അവാർഡ് മിമിക്രി കലാകാരൻ കലാഭവൻ ജയന് നൽകി. സംവിധായകൻ സുന്ദർദാസ്, നഗരസഭാ കൗൺസിലർ VJ ജോജി, ജോഷി പുത്തരിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. കലാഭവൻ മണിയുടെ പേരിലുള്ള ചാലക്കുടി സൗത്ത് ജംഗ്ഷനിലെ ഓട്ടോ സ്റ്റാൻഡ് തൊഴിലാളികൾ ഇക്കുറിയും മണി അനുസ്മരണം നടത്തി. പുഷ്പാർച്ചന, അന്നദാനം എന്നിവയായിരുന്നു ചടങ്ങുകൾ. മണിയുടെ സഹപാഠികളും സുഹൃത്തുക്കളും ചേർന്ന് പോലീസ് സ്റ്റേഷൻ റോഡിൽ അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു. TCV ചാലക്കുടി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ നിറങ്ങളുടെ ചുവരെഴുത്തിന്റെ ചൂടിലേക്ക് മാറി അച്ഛനും മക്കളും. ചങ്ങരംകുളം മൂക്കുതല പിടാവന്നൂർ സ്വദേശി പ്രേമദാസും മക്കളായ അഗ്നിതയും അർപ്പിതുമാണ് സ്ഥാനാർത്ഥികൾക്കായി ചുവരെഴുതുവാനുള്ള തിരക്കിലേക്ക് കടന്നത്. പ്രേമദാസ് കഴിഞ്ഞ 3 പതിറ്റാണ്ടായി ചുവരെഴുത്ത് രംഗത്ത് സജീവമാണ്. 1998 ചങ്ങരംകുളത്ത് നിറം ആർട്സ് എന്ന പേരിൽ സ്ഥാപനം തുടങ്ങി. ഫ്ലക്സിന്റെ കടന്നുവരവോടെ സ്ഥാപനം അടച്ചു. ഇപ്പോൾ വീട്ടിലിരുന്നാണ് ജോലികൾ ചെയ്യുന്നത്. മൂക്കുതല ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിനി അഗ്നിതയും 9ാം ക്ലാസ് വിദ്യാർത്ഥി അർപ്പിതും സ്കൂളില്ലാത്ത ദിവസങ്ങളിൽ അച്ഛനോടൊപ്പം ചുവരെഴുത്തിൽ സജീവമാകും. കേരള മീഡിയ പേഴ്സൺസ് യൂണിയൻ മലപ്പുറം ജില്ലാ സെക്രട്ടറി കൂടിയാണ് പ്രേമദാസ്. വരാനിരിക്കുന്ന വേനൽ അവധിക്കാലത്ത് വായനയുടെ വസന്തം തീർക്കാൻ നാടിന്റെ അക്ഷരഖനിയായ ഗ്രാമീണ വായനശാല ഒരുക്കുവാൻ സ്വയം മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ് വരന്തരപ്പള്ളി വിവേകാനന്ദ അക്കാദമി ഓഫ് മോണ്ടിസോറിയിലെ അധ്യാപക പരിശീലനം നേടിക്കൊണ്ടിരിക്കുന്ന ഒരുപറ്റം വിദ്യാർത്ഥിനികൾ. സിലബസിനപ്പുറം തങ്ങൾ അനുഷ്ഠിക്കേണ്ട സാമൂഹ്യ പ്രതിബദ്ധതയാണ് വേറിട്ട വഴിയിലൂടെ അവർ മറ്റുള്ളവർക്ക് കൂടി മാതൃകയാക്കുന്നത്. വിദ്യാലയത്തിനടുത്തുള്ള ഗ്രാമീണ വായനശാലയുടെ ശോച്യാവസ്ഥയറിഞ്ഞ ഇവർ ലൈബ്രറിയുടെ ഭരണ നേതൃത്വവുമായി ബന്ധപ്പെടുകയും അടഞ്ഞുകിടന്നിരുന്ന ലൈബ്രറി വൃത്തിയാക്കി തിരിച്ചേൽപ്പിക്കാമെന്ന് ഉറപ്പ് നൽകുകയുമായിരുന്നു. ലൈബ്രറിയുടെ മുന്നിലെ കാടും ഉൾഭാഗവും ശുചീകരിച്ച് പുസ്തകങ്ങൾ വൃത്തിയായി സൂക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങളും നടത്തി. ലൈബ്രറി കൗൺസിലിന്റെ അംഗീകാരമുള്ള ഇവിടെ വലിയൊരു ഗ്രന്ഥശേഖരം തന്നെയാണ് വായനക്കാരെ കാത്തിരിക്കുന്നത്. 1954 സ്ഥാപിതമായ ഈ ലൈബ്രറി അതിന്റെ 70 വർഷം പിന്നിടുമ്പോൾ കൂടുതൽ ആളുകളിലേക്ക് വായനാലോകം തുറന്നുവെക്കാൻ ലൈബ്രറി പ്രവർത്തകർക്കൊപ്പം കൈകോർക്കാൻ തയ്യാറാവുകയാണ് ഭാവിയിലെ അധ്യാപകരാകാനുള്ള ഈ വിദ്യാർത്ഥിക്കൂട്ടം. വിദ്യാർത്ഥിനികളായ ആര്യനന്ദൻ, നിവേദിത ദിനേശൻ, KM റുബീന, PB ഷഹാന, സരിത കൃഷ്ണൻ, റിങ്കി റാഫേൽ, അധ്യാപിക KS ശ്രുതി എന്നിവരടങ്ങുന്ന സംഘത്തിന് പ്രിൻസിപ്പൽ K രമാദേവി നേതൃത്വം നൽകി. വായനശാല പ്രസിഡന്റ് CK രാധാകൃഷ്ണൻ വിദ്യാർത്ഥിനികളെ അഭിനന്ദിച്ചു. TCV പുതുക്കാട്. ചാലക്കുടി നഗരസഭാ ജംഗ്ഷനിൽ കാൽനടയാത്രികൻ KSRTC ബസ് ഇടിച്ച് മരിച്ചു. ചാലക്കുടി VR പുരം സ്വദേശി 54 വയസ്സുള്ള പോട്ടപ്പറമ്പിൽ ശിവകുമാറാണ് മരിച്ചത്. ദേശീയപാത മുറിച്ചു കടക്കുമ്പോൾ തിരുവനന്തപുരത്ത് നിന്നും കോഴിക്കോട്ടേക്ക് പോകുകയായിരുന്ന സൂപ്പർഫാസ്റ്റ് ബസ് ഇടിക്കുകയായിരുന്നു. റിസോർട്ട് നിർമ്മാണത്തിന്റെ മറവിൽ ചെറുതുരുത്തിയിൽ ഭാരതപ്പുഴയോട് ചേർന്ന് കൊച്ചിൻ പാലത്തിന് സമീപം 2 ഏക്കറോളം ഭൂമി മണ്ണിട്ട് നികത്തുന്നു. ഇതിൽ 10 സെന്റ് പഞ്ചായത്ത് പുറമ്പോക്ക് ഭൂമിയും പഞ്ചായത്ത് തോടും കയ്യേറിയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. കേരള നെൽവയൽ തണ്ണീർത്തട നിയമങ്ങൾ കാറ്റിൽ പറത്തുന്ന രീതിയിലാണ് ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. കഴിഞ്ഞ ദിവസം വില്ലേജ് ഓഫീസർ സ്റ്റോപ്പ് മെമ്മോ നൽകിയിട്ടും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് സംബന്ധിച്ച് വള്ളത്തോൾ നഗർ കൃഷി ഓഫീസർ കഴിഞ്ഞ ദിവസം മന്ത്രിക്ക് റിപ്പോർട്ട് കൈമാറി. 150 മീറ്റർ പുഴയോരം കെട്ടാനുള്ള മൈനിംഗ് വകുപ്പിന്റെ അനുമതിയുണ്ടെന്ന് പറഞ്ഞ് മുഴുവൻ സ്ഥലങ്ങളും മണ്ണിട്ട് നികത്തുന്നതിനെതിരെ നാട്ടുകാരും രംഗത്ത് വന്നിട്ടുണ്ട്. മാള പഞ്ചായത്തിലെ കുടിവെള്ള വിതരണത്തിലെ അപാകതകൾ പരിഹരിച്ച് ആഴ്ചയിൽ ഒരിക്കൽ വെള്ളം എത്തിക്കണമെന്നാവശ്യപ്പെട്ട് ജലനിധി ഓഫീസിന് മുൻപിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കുത്തിയിരിപ്പ് സമരം നടത്തി. യൂത്ത് കോൺഗ്രസ് മാള മണ്ഡലം പ്രസിഡന്റ് അബി പ്രസാദിന്റെ നേതൃത്വത്തിലാണ് സമരം നടത്തിയത്. മാസത്തിൽ ഒരു തവണയാണ് ഉയർന്ന പ്രദേശങ്ങളിൽ കുടിവെള്ളം എത്തിക്കുന്നതെന്ന് സമരക്കാർ കുറ്റപ്പെടുത്തി. ജനവാസ മേഖലയായ കാട്ടിക്കരക്കുന്ന്, കോൾക്കുന്ന്, കുന്നത്തുകാട് എന്നീ പ്രദേശങ്ങളിലും കുടിവെള്ളക്ഷാമം രൂക്ഷമാണെന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പറഞ്ഞു. കുത്തിയിരിപ്പ് സമരം യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഹക്കീം ഇക്ബാൽ ഉദ്ഘാടനം ചെയ്തു. A അഷ്റഫ്, ശോഭന ഗോകുൽനാഥ്, സോയ് കോലഞ്ചേരി, TK ജിനേഷ്, EJ ഷിൻഡോ, MC വിനയൻ, PR ജിനേഷ്, മിഥുൻ ജോസ് എന്നിവർ സംസാരിച്ചു. ദേശീയപാത ചാലക്കുടി പോട്ടയിൽ ഓടിക്കൊണ്ടിരുന്ന KSRTC ബസിന്റെ ചക്രത്തിനടിയിൽ നിന്നും പുക ഉയർന്നത് പരിഭ്രാന്തി പരത്തി. കോഴിക്കോട് നിന്നും കോട്ടയത്തേക്ക് പോയിരുന്ന സൂപ്പർഫാസ്റ്റ് ബസിന്റെ പിൻഭാഗത്തെ ചക്രത്തിൽ നിന്നുമാണ് പുക ഉയർന്നത്. വിവരമറിഞ്ഞെത്തിയ അഗ്നിശമന സേന പുകയണച്ചു.
സൂര്യപ്രകാശം നേരിട്ട് പതിക്കുന്ന രീതിയിൽ പ്ലാസ്റ്റിക് കുപ്പിവെള്ളം സൂക്ഷിക്കരുതെന്ന് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. പ്ലാസ്റ്റിക് ബോട്ടിലിൽ സൂക്ഷിക്കുന്ന കുപ്പിവെള്ളം, കോളകൾ എന്നിവ കൂടുതൽ സമയം സൂര്യപ്രകാശം ഏൽക്കുന്നത് സുരക്ഷിതമല്ല. സൂര്യപ്രകാശം ഏൽക്കുന്ന രീതിയിൽ കുപ്പിവെള്ളം വിതരണം ചെയ്യുകയോ വിൽക്കുകയോ ചെയ്യരുത്. ഇത്തരം സ്ഥാപനങ്ങൾക്കെതിരെയും വിതരണം ചെയ്യുന്ന വാഹന ഉടമകൾക്കെതിരെയും നിയമ നടപടി സ്വീകരിക്കുമെന്ന് ഭക്ഷ്യസുരക്ഷാ വിഭാഗം മുന്നറിയിപ്പ് നൽകി. ഇത്തരം സാഹചര്യങ്ങളിൽ പ്ലാസ്റ്റിക് കുപ്പിവെള്ളമോ കോളകളോ വാങ്ങരുതെന്ന് പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പുമുണ്ട്. ഒരിക്കൽ കൂടി നോക്കാം പ്രധാന വാർത്തകൾ. വന്യജീവി ആക്രമണങ്ങൾ സംസ്ഥാന ദുരന്തമായി സർക്കാർ പ്രഖ്യാപിച്ചു. അതിരപ്പള്ളിയിൽ ഉൾപ്പെടെ ഒരാഴ്ചയ്ക്കിടെ വന്യജീവി ആക്രമണത്തിൽ 4 പേർ കൊല്ലപ്പെട്ട പശ്ചാത്തലത്തിലാണ് നടപടി. അതിരപ്പള്ളി വാശുമരത്ത് കാട്ടാന ആക്രമണത്തിൽ മരിച്ച ആദിവാസി സ്ത്രീ വത്സയുടെ മൃതദേഹം സംസ്കരിച്ചു. വത്സയുടെ കുടുംബത്തിന് സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായത്തിന്റെ ആദ്യ ഗഡു കൈമാറി. ഇരിങ്ങാലക്കുട നഗരസഭ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിന്റെ സീലിംഗ് അടർന്നു വീണ് യുവാവിന് പരിക്ക്. ആമ്പലൂർ സ്വദേശി ജെയ്സനാണ് പരിക്കേറ്റത്. തിരുവല്ലാമല ഏകാദശി വ്യാഴാഴ്ച. പുണ്യവ്രതവുമായി ആയിരങ്ങൾ വില്വാതിരിനാഥനെ വണങ്ങാനെത്തും. മാള ഐരാണിക്കുളത്ത് ഫാക്ടറിയിൽ ഉൽപ്പന്നങ്ങൾ സൂക്ഷിച്ചിരുന്ന ഗോഡൌണിൽ തീപിടുത്തം. 10 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.